തരാൻ പോകുന്നത് ബോയ്സ് ആണ്. അതുകൊണ്ട് കേട്ടോ 3 പേരും മതിലിനോട് ചേർന്ന് നിൽക്കുകയാണ്. കാര്യം ഞങ്ങൾ എന്താ ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസോ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. 3 പേരെ ഞങ്ങള് തിരിച്ചു നിർത്തിയതാണ്. കൊറേ മണിക്കൂറുകളായി, മണിക്കൂറിൽ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. അത് ഇവർക്ക് ഈ മതിലേക്ക് നോക്കിയിട്ട് ദേഷ്യം വരെ കുറെ നേരം ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത്, ഇൻഗ്രീഡിയൻസ് പറയോ, അത് കാണിക്കോ ഇത് കാണിക്കോ, എത്ര സമയം കൊണ്ട് ഉണ്ടാക്കണം, അങ്ങനെ ഓരോ ചോദിച്ചോണ്ടിരിക്കും. പറയുന്നുണ്ട് ഇതാണോ ഉണ്ടാക്കണ്ടേ. ഞങ്ങൾ ഇതുവരെ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് പാത്രങ്ങൾ കൊടുത്തു, സ്പൂണ് കൊടുത്തു, കട്ട് ചെയ്യാൻ കത്തി കൊടുത്തു, പിന്നെ ഇൻഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പറയാൻ പോകുന്നതും ഓരോന്ന് കാണാൻ പോകുന്നത്. അതെ, കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്സിനെ വെച്ചിട്ട് ഒരു ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും വിചാരിച്ചു ഞങ്ങളല്ല ഇതുവരെ ഓരോ ചെയ്തോണ്ടിരുന്നു. കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരോ റൗണ്ട് ഒക്കെ ആയിട്ട് ചെയ്യും. ഇവർക്ക് ഒരു ഒറ്റ റൗണ്ട് ഉള്ളൂ, നല്ല വൃത്തിക്ക് ചെയ്യണം. അതെ, ആരാണോ ഏറ്റവും അടിപൊളിയായിട്ട് ആ സാധനം ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. അപ്പൊ നമ്മളെ ബോയ്സിന്റെ കുക്കിംഗ് സ്കിൽ എന്താന്ന് ഇന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിത് ഇവിടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ആദ്യം. ഇവിടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കേണ്ട ഡിഷിലേക്ക് വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോരോ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. വെജീസ് ഉണ്ട്, പിന്നെ അതല്ലാത്ത കുറെ മസാല പേരിപ്പോ പറയൂല, ഒരു പിരിയുമ്പോ ഒരു കണ്ടാ മതി. പിന്നെ അത് മാത്രല്ല ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ്. ഇതൊക്കെയാണ്. വെള്ളമൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതൊന്നും ഇവർക്ക് അറിയില്ല ഗൈസ്. ഇവര് കുറെ ഗസ്സസ് നടത്തുന്നുണ്ട്. അതൊന്നും ശരിയാണോ അല്ലേന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. റെഡി അല്ലേ? റെഡി? എന്തൊക്കെയാ ഇവിടെ ഉള്ളത് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പിന്നെ എന്തൊക്കെയാണ് അവിടെ? ഇതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം? നമ്മളെന്താ വിചാരിക്കുന്നത്? എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന? പിന്നെ പലതരം മൊത്തം ഓരോരോ ഇൻഗ്രീഡിയൻസിന്റെ പേരെടുത്ത് പറയുന്നത്. ബ്രെഡ് ഓംലെറ്റ് ചിക്കൻ. ബ്രെഡ് ഓംലെറ്റിൽ ചിക്കൻ ഇടൂ. ബ്രെഡ് സാൻഡ്വിച്ച്. ഓക്കെ, സല്ലി പറഞ്ഞു ചിക്കൻ സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച്. ജോലി പറഞ്ഞു ബ്രെഡ് ഓംലെറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇനി ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മൊത്തം നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷിന് വേണമെന്നില്ല. നിങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഡിഷിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. സാധനങ്ങളൊക്കെ കണ്ടല്ലേ, നീ തിരിച്ച് ബാക്ക് ടു സീറ്റ്സ് സ്ഥലത്തേക്ക് പോയിക്കോളൂ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പറയട്ടെ. 3, 2, 1, go. ചിക്കൻ കറി. ചിക്കൻ കറിയാണ്. ഉണ്ടാക്കാൻ അറിയണ്ടാവും. കുറച്ചും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നത് അമലിനായതുകൊണ്ട് ചിക്കൻ എന്തായാലും ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. എനിക്കാകെ പുളിശ്ശേരി മാഗി ഉണ്ടാക്കാറ്. ഏതായാലും കാക്കുവാണ് കുക്കിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തത്. ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കി പഠിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇവർക്ക് ഒരു ലൈഫ് ലെസൺ ആണ്. എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിക്കനും കുറെ മസാല കേട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാം. താല്പര്യം മതി. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ ഈ ചാനലിലൂടെ തന്നെ ഇവരെ കുക്കിംഗ് ഇമ്പ്രൂവ് ആവട്ടെ എന്ന് ഞാൻ പറയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചാനൽ കൊടുക്കാം. അതെ, ചിക്കൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ചിക്കൻ തരുള്ളൂ. അതെ, ഒന്ന് പിന്നെ വേറെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ കോമൺ ആയിട്ട് കുറെ സാധനങ്ങൾ വെച്ചതാണ്. അതിൽ ഇവർക്ക് വേണ്ടതിന്റെ ക്വാണ്ടിറ്റി ഇവരെന്നെ സെലക്ട് ചെയ്തെടുക്കണം. നമ്മൾ കൃത്യം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇവർ കറി ഉണ്ടാക്കും. അത് പറ്റില്ല. ആ ഉടായിപ്പ് ഇവിടെ നടക്കാൻ പോണില്ല. ഞങ്ങളായിട്ട് ഇവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോണില്ല. ഇവർ ഈ ആൾക്ക് കയ്യിൽ കിട്ടുന്ന ചിക്കൻ എടുക്കുക, പിന്നെ നമുക്ക് വേണ്ടത് എന്താ അത് എന്തായാലും കഴിച്ചു നോക്കും, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ടേസ്റ്റിന്. അപ്പൊ ഐശ്വര്യമായിട്ട് ഇനി നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങിക്കോ, എന്ത് നോക്കിക്കോളെ അടുപ്പ് കത്തിച്ചിട്ട്. അപ്പൊ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ പോയി എടുത്തോട്ടെ. ചിക്കൻ ഞങ്ങൾ ബേസിക് ആയിട്ട് തരാൻ പോകുന്നു. ഓക്കെ, ആദ്യം ചിക്കൻ തരാം. ആദ്യം ചിക്കൻ ആണോ വേണ്ടത്? ചിക്കൻ
ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാൻ ചിക്കൻ ഞങ്ങൾ എടുത്തായിരുന്നു. ഓ അതിനെപ്പറ്റി എനിക്ക് ഭയങ്കര ധാരണയല്ലേ. അതെ അല്ല ഇത് ഓണാക്കിയിട്ടുണ്ടല്ലോ എവിടെ ഈ ഓണാക്കിയാ ഒന്നാണ് തീ പിടിക്കും. അപ്പൊ ഇവർക്ക് വേണ്ട ചിക്കൻ ഒക്കെ ഞങ്ങള് ഈക്വൽ ആയിട്ട് വീതിച്ച് വളരെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കനാണ്. കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. വായിൽ വെക്കാൻ കൊള്ളില്ല അറിയണ്ടേ, അതുകൊണ്ട് ചിക്കൻ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. വളരെ നന്നായി. അപ്പൊ തുടങ്ങിക്കോ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ingredients എടുക്കണം. ഇൻഗ്രീഡിയൻസ് എടുത്തോ. ആവശ്യമുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എടുക്കാതെ പാത്രം എല്ലാവരും പോയിക്കോളൂ. വരിയായിട്ട് ദേ പോണു. ചിക്കൻ മസാല ഞാൻ എടുത്തത്. ഒരു ചോസൽ അതിന് നിങ്ങൾ കുറച്ചായിട്ട് കൊണ്ട് എടുത്താൽ അത് നമ്മുടെ ബേസിക് ആയിട്ട് വെച്ച് അവർ അങ്ങോട്ട് മാറ്റിയെടുക്കാം. എത്ര ഉള്ളി എടുക്കണോ? കാക്കെന്തൊക്കെ അടുത്ത് കോപ്പി അടിച്ചെടുക്കരുത് കേട്ടോ. അതെ ഉരുളക്കിയും കിട്ടണോ? അത് കാക്കന്റെ ഇഷ്ടം പോലെ. ജിൻക എന്തൊക്കെ എടുത്ത് നോക്കട്ടെ കാണിക്കും. തക്കാളി ഉള്ളി. അമലേട്ടൻ എന്തൊക്കെ എടുത്ത്? ഞാനിപ്പോ ഉള്ളി, വെളുത്തുള്ളി, മല്ലി, പച്ചമുളക്. കരിവേപ്പില ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ കരിവേപ്പില? ഇത് കൊണ്ടല്ലോ അല്ലേ? തക്കാളി വേണം. തക്കാളി ഉണ്ടാക്കാൻ നിങ്ങൾ ചിക്കൻ കറി കൂട്ടുമ്പോ അതിൽ എന്തൊക്കെ വന്നെടുത്താ മതി, കുഴപ്പമില്ല. ഉണ്ടല്ലോ. നിങ്ങൾക്ക് ബാക്കിയുള്ള പൊടികളൊന്നും എടാ ഉരുളക്കി ഞാൻ എടുത്തിട്ട് എടുത്തു. പൊടി ഞാൻ അടിച്ചിപ്പോ ആവശ്യത്തിന് ഉരുളക്കാൻ കിട്ടൂലേ? എടി ഉമ്മ ചിക്കൻ കറി ഉരുളക്കി കടല്ലേ? എല്ലായിടത്തും സെപ്പറേറ്റ് 3 അല്ലടാ ഇതുപോലെ എല്ലാവർക്കും ഇതെല്ലാം 3 വെച്ച് വെച്ചാലേ നമുക്ക് എടുക്കാൻ പറ്റും. അതെ പോകുന്ന സമയത്ത് ഇടണ്ടല്ലോ. അതെ. കുറച്ചെടുത്താ പോരെ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണമെങ്കിൽ അത് ആരെടുത്താൻ ചോദിക്കാം, എന്നിട്ട് അത് വാങ്ങുക, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ പൊരിക്കുമ്പോ പേസ്റ്റ് ആക്കല്ലോ, ഇത് വേണ്ട. അപ്പൊ എന്ത് വെളുത്തുള്ളിയോ? ഓക്കെ അപ്പൊ പൗഡറിൽ എടുക്കാം. നെയ്യ് കണ്ടിട്ടോ. കാക്ക എന്തൊക്കെ പൗഡർ എടുക്കുന്നത്? ഞാൻ കൊറിയാണ്ടർ, ചില്ലി കൊറിയാണ്ടർ എന്താ സല്ലു? മല്ലിപ്പൊടി അതൊക്കെ എനിക്കറിയാം. പിന്നെ ചിക്കൻ മസാല, സാമ്പാർ പൊടി ഇടേ. സാമ്പാർ പൊടി അയ്യോ അത്രയൊന്നും അറിയാത്തതല്ല എനിക്ക്. ഇത് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. അമലേട്ടൻ എന്തൊക്കെ എടുക്കുന്നത്? ഞാൻ നിങ്ങളൊക്കെ പൊടി എടുത്തോണ്ട് എനിക്കൊരു പൊടി ഓക്കെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എടാ ഇത് സാമ്പാർ പൊടി മാത്രമേ ഉള്ളൂ. മല്ലിപ്പൊടി അല്ലാതെ മഞ്ഞപ്പൊടിയാ. മഞ്ഞപ്പൊടി സാമ്പാർ പൊടി ഇട്ട് ചിക്കൻ കറി. ചിക്കൻ ഫ്രൈ മസാല ഇത് ഞാൻ എടുത്തിട്ടുണ്ടാ. കോമ്പറ്റീഷൻ വേണോ? ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ വേണോ? എടാ മഞ്ഞപ്പൊടി വേണ്ടില്ലേ? അതിന്റെ സാമ്പാർ പൊടി ചായപ്പൊടി വേണ്ട. ഭംഗിക്ക് ഒന്നുകൂടി വെക്കണം. വേണ്ട ജുൻക്ക് കെച്ചപ്പ് വേണ്ട. കെച്ചപ്പ് വേണ്ട. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ടൈമർ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇതിപ്പോ നല്ല ഉള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഓ എല്ലാരും ഉള്ളിലാണ്. മെല്ലെ മതി സമയമുണ്ട്. ഉള്ളി കൊടുക്കുന്നില്ല. ഉള്ളി മുറിക്കാനേ ഞാൻ പ്രയോഗിക്കുന്ന ഒരു അതിബുദ്ധി പറഞ്ഞത്. ഉള്ളിനെ കുത്തിക്കൊല്ലുന്നത് കുത്തിക്കൊല്ലില്ല, തോല് വിളിച്ചാണ്. അയ്യോ കണ്ണിരിക്കുന്നേ. ഈ ഉള്ളി കംപ്ലൈന്റ് ആണ്. ഒരു ഉള്ളി പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജുൻക ഉള്ളിന്റെ 2 ലെയർ പൊളിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് കണ്ണിരിക്കുന്നുണ്ടല്ലേ? ഉള്ളി സീനുണ്ടോ? കണ്ണിലൊക്കെ വെള്ളം അമലിന്റെ തക്കാളി അരിയുന്നില്ലെങ്കിൽ കളഞ്ഞിരിക്കും. അപ്പൊ ഉള്ളി ഒന്ന് നന്നാക്കിയോ? ഉള്ളി നന്നാക്കി കഴിഞ്ഞു, ഉള്ളി പൊളിച്ചു കഴിഞ്ഞു. ഉമ്മ ഉണ്ടാക്കാൻ അതേ ടേസ്റ്റ് ഉണ്ടാക്കി. ഉമ്മേന്റെ ടേസ്റ്റ് അതല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അല്ലാന്ന് പറയുള്ളൂ കേട്ടോ. കാക്ക ഇവിടെ തക്കാളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്, ജുൻക അവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്, അമലേട്ടൻ അവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ? ഈ റെസിപ്പി ഇഷ്ടമായോ? ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചലഞ്ച് ഉണ്ടാവുന്നതായിരുന്നു, കാരണം ഉണ്ടാക്കാൻ പഠിക്കാലോ. ഓ വെരി ഗുഡ്, പോസിറ്റീവ് മൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഓരോരോ ഡിഷസ് കൊടുക്കാം. കഷ്ണങ്ങളായിട്ട് അളവൊക്കെ എടുത്തിട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. നോക്കട്ടെ അതിന് സെന്റിമീറ്റർ വല്ല കണക്കുണ്ടോ? അതൊക്കെ സൗണ്ട് ഉണ്ടാക്കണോ തക്കാളി അവിടെ വെക്കുമ്പോ? അത് കുക്കിംഗ് അങ്ങനെയാണല്ലോ. ടൈം ഉണ്ട് കേട്ടോ. ടൈം ഒന്നുമില്ല. പിന്നെ നല്ല കൈ നോക്കി. ഓ ചുരുക്കം തക്കാളിയുടെ വലിയ കഷ്ണങ്ങൾ
അമലേട്ട എവിടെ എത്തി? ഞാൻ ഏകദേശം ഉള്ളി അരിഞ്ഞു, തക്കാളി അരിഞ്ഞു. അയ്യോ ഇത്രയും നേരമായിട്ട് അര തക്കാളി എരിഞ്ഞിട്ടുള്ളൂ. ഇവിടെ അമലേട്ടന് ഉള്ളി അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, വെളുത്തുള്ളി അരിഞ്ഞ്, ഇഞ്ചി അരിഞ്ഞിട്ടില്ല കേട്ടോ. വെളുത്തുള്ളി അരിഞ്ഞ് കൊറേ തക്കാളിയെ പുളി കൂടൂലേ? അത് ഞങ്ങൾക്ക് അറിയില്ല. അവരിവിടെ പച്ചക്കറികളെല്ലാം എരിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി. ഇഞ്ചി ചെയ്യുന്ന അവസ്ഥ എന്താ ഇഞ്ചി നല്ലോണല്ലേ വരുന്നേ? ഇഞ്ചിന്റെ പുറമെയുള്ള ആ ഭാഗം പോയാൽ മതി. എങ്ങനെ പോണെന്നൊന്നും അറിയണ്ട. ലക്ഷ്യമാണ് പ്രധാനം. കൈ എവിടെ വേണോ? എന്തുണ്ട്? ആ ജുലിന് ഉള്ളി അരിയാനൊക്കെ അറിയാലോ. വെരി ഗുഡ്. ഇവിടെ കാര്യമായ പരിപാടി, മെയിൻ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താന്ന് പറയുന്നില്ല, അപ്പൊ ഇവർക്കൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പൊ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അമലേട്ടനാണ്. അമലേട്ടന്റെ പണികൾ ഓരോന്നായിട്ട് അമലേട്ടൻ തീർത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞുതരാം. ചിക്കനിൽ കുറെ മാരിനേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഉപ്പ് എവിടെയാണ്? ഉപ്പ് ചേർത്തിട്ട് വരാം. ജുല്ലൊക്കെ എവിടെ എത്തി? ഈ മാത്രമാണോ ചെയ്യാത്ത? ഈ ഉള്ളി എത്തിയിട്ടില്ല. ജിഞ്ചർ ചിക്കൻ ആണോ ഉദ്ദേശിച്ചത്? ചിക്കൻ കറി ചിക്കൻ കറി പറഞ്ഞോ? ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാകും, ജിഞ്ചർ ചിക്കൻ ഉണ്ടാകും. ബട്ടർ ഇല്ലല്ലോ. ബട്ടർ ഇല്ലാത്ത ബട്ടർ ചിക്കൻ. അഞ്ചു ഇഞ്ചി ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. ഓ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ഞങ്ങൾക്ക് വേണ്ടത്. അമലേട്ടൻ ഇവിടെ മാരിനേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ണിലേക്ക് കൊണ്ട് ഉള്ളി മുറിച്ചെങ്കിലും കേറിയിട്ടില്ല, തീരുമാനിക്കില്ല. അത് നിങ്ങൾക്ക് മാത്രം ഉള്ളി മുറിച്ചിട്ട് കണ്ണിരി, എനിക്ക് എരിയുന്നില്ലല്ലോ. നീ മുറിച്ചടാ. അരിഞ്ഞില്ല, ഞാൻ തൊലിച്ചില്ലേ? തൊലിക്കാതിരിക്കാന്നൊക്കെ രണ്ടും രണ്ടുകൂടാ. ഞാൻ ഇനി അടുത്തത് ഉള്ളി അരിയുമ്പോ ചിക്കനിലേക്ക് എന്താ കിടക്കാൻ പോകുന്നത്? ഈ ഇഞ്ചി ഒന്ന് കഴിക്കുന്നു. ഒരു കഷ്ണം ഉള്ളി എടുത്ത് ഇവൻ എവിടെ പോകുന്നേ? ഞാൻ ഇവിടെ വന്നേ. ഞാൻ ആ അവിടെ വെക്കി ഇടയ്ക്ക് ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ട് ചെടിയിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണീരില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് റീൽസിൽ. ഇപ്പോഴേക്കല്ലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. വെക്കണോ? ഫ്രൈ ചെയ്തത് കറിവേപ്പില ഏത് കറിവേപ്പിലാണ് എടുത്തത്? അപ്പൊ അയ്യോ അവ രണ്ട് വേറെ കറിവേപ്പില അല്ല, ഒന്ന് കഴുകിയ കറിവേപ്പില, ഒന്ന് കഴുകാത്ത കറിവേപ്പില. അവരായിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അവിടെ ഇൻഡക്ഷൻ കത്തിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ പാനിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാൻ വെയിറ്റ് ചെയ്യാം. അവനായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി. ചെല്ലു, ഈ ഒരു അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പിടിച്ചെടുത്ത് ഉള്ളി നിൽക്കണില്ല. അത് അവരായിട്ട് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഉള്ളി ഇടാൻ എന്തുകൊണ്ട് എത്ര ഉള്ളി മാത്രം എടുത്തത്? താങ്കൾ ഒരു ഉള്ളി മാത്രമല്ലേ എടുക്കുള്ളൂ? ചിക്കൻ ഉള്ളൂ. ഭാര്യ ഇവിടെ പറഞ്ഞു കൊടുക്കരുത്. ഭാര്യ ഭർത്തൃബന്ധമൊന്നും ഇവിടെ ഇല്ല. ഇല്ല, ഞാൻ ഇദ്ദേഹം ഉണ്ടായി ചിക്കൻ കറി വരെ കൂട്ടിയിട്ടില്ല. കൂട്ടാനൊരവസരം അല്ല. ഇപ്പോഴും ഇവിടെ ഉള്ളി എന്തുകൊണ്ടിരിക്കുക കഴിഞ്ഞു പറഞ്ഞ ശരിയാകും. ഉള്ളിക്ക് എന്തോ കേടുണ്ട്. എത്ര ചിക്കൻ കറി വെച്ചിട്ടുണ്ട്? ഈ ചിക്കൻ കറി എനിക്ക് വെക്കാൻ ടെൻഷൻ. ജൂലി പക്ഷെ വളരെ പ്ലാൻഡ് ആട്ടോ. ഓനെല്ലാം വൃത്തിക്ക് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതിന് വേണ്ടിയാണ് ഗ്യാസ് എത്തിക്കാൻ പോകുന്നത്. ആ അരിഞ്ഞു വെച്ചത് കാണാൻ തന്നെ നല്ല വൃത്തിന്റെ കാര്യം. ഒരു സൈഡിൽ ഉള്ളി, ഒരു സൈഡിൽ മല്ലിയില, കുറച്ച് തക്കാളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി. ഇത് എവിടെയിടും എപ്പോഴും അറിയില്ല. അതാ ഇത് എങ്ങനെയെങ്കിലും ഇടാം. എനിക്ക് മസാലക്ക് എപ്പോഴും എങ്ങനെ ഇടണ്ടെന്ന് അറിയില്ല. ചിക്കൻ കറി ആക്കുന്നില്ല. ഞാനിപ്പോ ഉള്ളിയിലേക്ക് പച്ചമുളകും പിന്നെ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ട്. ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടോണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയാണോ? അയ്യോ ചിക്കൻ മസാല ക്രൂഷ്യലായിട്ട് ഓരോരോ പണികൾ ചെയ്തോണ്ടിരിക്കുക. തക്കാളി അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വലിയ രണ്ട്
ആക്ച്വലി മസാല ഇടാതെ മസാല ഇട്ട ഇതിലോട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് കേട്ടിട്ടല്ലോ. അങ്ങനെയുണ്ട്. ഞാനിപ്പോ അതാ ചിക്കൻ എടുത്തു. ചിക്കനിൽ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇട്ട്, അതേപോലെ കാശ്മീരി പൗഡർ ഇട്ട്, അത് ലേശം കൂടിയുണ്ട്, എനിക്കറിയാം. പിന്നെ അതേപോലെ ടർമറിക് പൗഡർ ഇട്ട്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്താ ഉപ്പ് ഇട്ടതാ ഇങ്ങനെ. എന്നിട്ട് എന്താ ചെയ്യാ? ഇതവിടെ എടുത്തു. എന്നിട്ടൊന്നുമില്ല, ഇന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ശേഷം ഇത് നേരെ അതിലേക്ക് ഇടും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിത് നേരെ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഓരോന്നോരോന്നായി ചിക്കൻ പൊരിക്കില്ല. ഓക്കേ ഗയ്സ്, ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. എന്നിട്ട് മെല്ലെ തൈലേക്ക് നേരെ ഓരോന്നോരോന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം, കുറച്ച് സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ എടുത്തു. ഇനി ചിക്കൻ കറിയെ പറ്റി എന്താ പറയാ? സ്മെല്ലൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല, ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? ഉള്ളിക്ക് സ്മെൽ ഉണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഇടാനുണ്ട്, ഇഞ്ചി ഇടാൻ. ഞാൻ ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഇവരുണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. Okay. ആദ്യം ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ ടോസ്റ്റ് ചെയ്യും, സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് വെള്ളം ഒഴിക്കും, എന്നിട്ട് അതിലൂടെ ഞാൻ ചിക്കൻ വെച്ചു കൊടുക്കും. അപ്പൊ ചിക്കൻ കറിയായി. നിനക്ക് എന്താ എടുക്കാൻ പോയത്? മുളകാ. കുറച്ച് വിട്ട് തന്നട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ ഉള്ളി ഇടാൻ പറ്റില്ലേ? ഞങ്ങൾ അയ്യല്ലേ ഇടുന്നത്. എടാ കടുകിട്ട് പൊട്ടിക്കാദ്യോ. ആ കടുകിട്ട് കടുകിട്ട് പൊട്ടിച്ചാൽ വേണ്ടേ? വേണ്ട. നിങ്ങൾ ആരും ഫിഷ് മസാല ഒന്നും ഇടുന്നില്ല? സാമ്പാർ പൊടി, ഫിഷ് മസാല ഒന്നും വേണ്ട. മീറ്റ് മസാല ഇടും നിങ്ങൾ ഇതില്. എണ്ണ ചൂടാവാതെ സല്ല് ഉള്ളി ഇട്ടിട്ട് ഒരു സൗണ്ട് കേൾക്കാതെ, അതെ ചൂടായെന്ന് നോക്കി, ഒരു സൗണ്ട് കേൾക്കാതെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് നിങ്ങളിപ്പോ തീ കൂട്ടിയൊക്കെ ഇഷ്ടം. വല്ലാതെ കണ്ടിട്ടുണ്ടല്ലോ. എന്താണെന്ന് കഴിയില്ല, ഏകദേശം പകുതി ആയതുകൊണ്ട് ഏതായാലും ഇട്ടല്ലേ. ഗൈസ്, ഇവര് പറഞ്ഞ കറക്റ്റ് ആണ്. ഞങ്ങൾ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ടോ ബ്രെഡ് വാങ്ങിച്ചത്. കാര്യം ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. ഞാനിപ്പോ ഉള്ളി സോട്ട് ചെയ്യാണ്. ജുനു ഉള്ളി വെന്തോ നോക്കാനാണോ? അല്ലടാ, നിങ്ങൾ എന്തിനാ ഉള്ളി സോട്ട് ചെയ്യുന്നേ? ഓ മനസ്സിലായി. മസാല നിങ്ങൾ ചിക്കനും ചേർത്തില്ലേ? വെറൈറ്റി ആയിട്ട് ചെയ്യാനല്ലോ. ഉപ്പുമാവ് എന്തോന്ന് ഉണ്ടാക്കുന്നത്, ഉള്ളി കറി കഴിഞ്ഞിട്ട് കുറെ വെള്ളം ഒഴിക്കും. അങ്ങനല്ലേ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാം. കടുക് കെട്ടി പൊട്ടിച്ച് ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് വെള്ളം ഒഴിക്കും, എന്നിട്ട് റവ ഇടും. പക്ഷെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞെട്ടും. ആഗ്രഹം അത് സൽമാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സെറ്റാണ്. അതുകൊണ്ട് ടേസ്റ്റ് വേറെ തന്നെയാണ്. നോക്കാം നമുക്ക്. ഉമ്മ ഉണ്ടാക്കുന്നല്ലോ ഒന്ന് കണ്ടാ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കുന്ന സാധനങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ എന്താ പറയാ അവക്കാട വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ ഓരോ ഇളക്കിളക്കും കുറച്ചുള്ളി എടുത്ത് താഴെ വെക്കും, പിന്നെ കുറച്ചുള്ളി എടുത്ത് താഴെ. ഞാൻ പറയുമ്പോ എന്റെ ഇതില് ഉള്ളിയാണ് കൂടുതൽ നല്ലത്, ബാക്കിയുള്ളവരെ കുറവാണെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഉള്ളി എന്താ അശാമി അവിടുന്ന് അങ്ങോട്ട് മറിയില്ല. ഓരോന്ന് പവർ എടുക്കാനായിട്ട് ഓരോരുത്തരും ഇവിടെ കയറി വരുന്നത് സംഭവിച്ചിട്ടില്ല. സല്ല് അങ്ങോട്ട് നോക്കിക്കുക. എടാ എന്റെ ചിക്കൻ കറി ആയോ? ഇല്ല, ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കും. എപ്പോഴും സ്പീഡ് കൂട്ടി തരാം. എന്റേതാണ് സ്പീഡ്, ഞാൻ തുടങ്ങിയല്ലോ. കുറച്ച് വലുപ്പത്തിലാണ് സല്ലിപ്പോ ഉള്ളി സോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നെയ്യ് കൂടുതലാണ്, കഞ്ഞി വാങ്ങിച്ചോണ്ടിരിക്കണേ. നെയ്യ് ഉണ്ടായിരുന്നോ? വേണ്ട, നല്ല ഫ്ലേവർ, നെയ്യോ? നല്ല ഫ്ലേവർഫുൾ ഗീ റോസ്റ്റ്, ഗീ ചിക്കൻ റോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉലുവുണ്ട്. അമ്മേന്റെ ബീഫ് കറിയിലൊക്കെ ഉലുവ എന്തായാലും. ഇത് ചിക്കൻ കറി അല്ലേ, ബീഫ് കറി അല്ലല്ലോ. ഇത് അടിപൊളി സമയം. ഇവർക്ക് രണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കാറ് എനിക്കറിയില്ല. മുൻകൂർജാമ്യം ഇവിടെ എടുക്കണ്ട, അതൊന്നും വേണ്ട. എല്ലാരും പക്ഷെ കണ്ടല്ലോ കുറച്ച് പ്രോ പോലെ തോന്നില്ലേ? പക്ഷെ എനിക്ക് ജന്മനാ ഒരു വാസന ഉണ്ടാ. ഞാൻ ഇങ്ങനെ എടുത്തിട്ടാലോ? മുഖത്തായിട്ട് കൊണ്ടിട്ട് അതിന് കൊണ്ടോണം. ഞാൻ ബാക്കിയുള്ളവരുടെ പോയി നോക്കിയത് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടോ, കാരമലൈസ്ഡ് ഉള്ളി വരുന്നുണ്ട്. ശരിയാണോ നോക്കണേ. മലയാളത്തിൻ്റെത് ഒരു എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മിക്സ്ചർ പരിപാടി. ഈ ഉള്ളി കളർ മാറിയിട്ട് തക്കാളി ഇടുക.
അതാ അങ്ങനെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇടാൻ പറ്റും. ഈ കളർ മാറണോ വേണ്ടേ എന്ത് വേണമെങ്കിലും അതിപ്പോ ഉള്ളി തീരുമാനിക്കുന്ന കാര്യമല്ലേ. ഇവ കുക്ക് ചെയ്യാൻ വന്നപ്പോ മനസ്സിലായിട്ട് ജൂന് തക്കാളി ഇട്ട് ജൂന് തക്കാളി ഇട്ട്. പക്ഷെ ഞാൻ ഓനും ഒരേ സമയത്ത് ഇട്ടിട്ട് ഇന്ത്യയിൽ ഞാൻ കളർ കിട്ടിയില്ല. അത് കഴിച്ച് കളയാന്നത് പിന്നെ തീ കൂടുതലാ നേരത്തെ ശ്രീ അമലേട്ട് തീ കുറച്ചെടുത്ത് ഞാൻ നോക്കിയില്ലായിരുന്നു ഡിസ്ക്വാളിഫൈഡ് ആയി. ഈ കൂട്ടിച്ചെറിയ തീ കൂട്ടി കൊടുത്ത് അമലേട്ട് പിന്നെ ഉള്ളിട്ട് അപ്പൊ നേരത്തെ കൂടുതലൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ എനിക്കിത് കൂടുതലാവുന്നുണ്ട്. അതാ സല്ലു അടുത്തതായിട്ടോണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് തക്കാളി. ഇത്ര തക്കാളി മതിയോ തക്കാളി മാത്രമേ ഇടാനുള്ളൂ. സ്കില്ല് കണ്ടിട്ട് ഞെട്ടിപ്പോയതായ തക്കാളി ഇത്ര മതി, ഇല്ല പുളി കൂടി പോകും. നമ്മള് വേറെ ഒന്നും പുളിക്കേനി യൂസ് ചെയ്യില്ല, തക്കാളി മാത്രമേ ഉള്ളൂ. ചിലവര് ചിക്കൻ കറിയിൽ തൈര് യൂസ് ചെയ്യും. തൈര് ഇല്ലല്ലോ എന്നോടെ. അപ്പൊ തക്കാളി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. തക്കാളി വേണ്ട, മതി, ഇത്ര മതി. അതല്ല ഇതിലോട്ട് ഞാൻ കരിവേപ്പില ഇടണം. കരിവേപ്പില ഇതെല്ലാം ഒരു കൈക്കണക്കാണ്. സല്ലൂന്ന് പറഞ്ഞ ഫുൾ കൈക്കണക്കാണ്. ഇനി എനിക്ക് അറിയുന്ന പോലെ അതൊക്കെ എടുത്തെടുത്തു. അവസാനം ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടായ പോരെ. വെളുത്തുള്ളിയോ? വെളുത്തുള്ളി ഞങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം വഴറ്റി അത് കഴിഞ്ഞിട്ട് ഉള്ളിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാം. അങ്ങനൊന്നല്ല. പച്ചമുളക് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിടുകയാണ്. കൈ സൂക്ഷിക്കണേ. സോറി, തോലോട് കൂടിയാണ് ആന്നല്ല. കടുകിട്ടില്ല, ഇല്ല ഇടില്ല, കടുകാണ്. കോഴിമുട്ട ഒഴിക്കില്ല, കടുക് എനിക്ക് ഇഷ്ടമല്ല. കോഴിമുട്ട ഒഴിക്കില്ല. വേണ്ട വേണ്ട. Guys, വെളുത്തുള്ളി നന്നാക്കി അരിഞ്ഞിടാൻ പോകുമ്പോഴത്തേക്ക് ഉള്ളി ഒരു സൈഡിലേക്ക് അരിഞ്ഞു തുടങ്ങി. വെളുത്തുള്ളി ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, ഉള്ളി ഒന്ന് നന്നായിട്ട് വഴങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടു, അതിനുശേഷം പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ട് വെളുത്തു. ഇത് ഹെവി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പക്ഷെ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു മാറ്ററാണ്. ആ ടേസ്റ്റ് മാത്രം പോരെ. പ്ലേറ്റ് ചെയ്യുന്നത് മാറ്ററാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി മാറ്ററാണ്, കഴിക്കുന്ന ടേസ്റ്റ് മാറ്ററാണ്, എല്ലാം മാറ്ററാണ്. ഇത് വെളുത്തുള്ളി ഞാൻ കുറച്ച് വെളുത്തുള്ളി അറിയാമോ? കുറച്ച് വിട്ടുന്നോ. തുടക്കത്തിൽ കാര്യമില്ല ഹലോ, ചെറുതായിട്ട് കഴിക്കുന്നു. കുറച്ചുകൂടി ഉള്ളി വേണമായിരുന്നു. അതിന് ഞാൻ വേറെ വയറ്റുണ്ടേ. ഇനി ഇത് കരിഞ്ഞോ? ഇത് വെറൈറ്റി രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഏതായാലും ഉണ്ടാക്കില്ല, കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. Guys, ഞാൻ ഏകദേശം ഇതൊക്കെ സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ചിക്കൻ ആ പാത്രത്തിൽ വെച്ചോണ്ടിരുന്ന ചിക്കൻ ആയിക്കോളും. ചിക്കൻ കറി ആവില്ല, വെള്ളം ഒഴിക്കണ്ടേ? അല്ല, ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ചെയ്യാം. അയ്യോ, മസാല ഇടണം. മസാലകൾ എല്ലായിടത്തും ഉണ്ട്, അത് ആൾക്കാരൊക്കെ തല്ലി പിടിക്കുന്നു. ഉപ്പ് എത്ര വേണം? ഉപ്പ് എത്ര വേണം? അല്ല, ഉമ്മൊക്കെ കൈക്കണക്കിലാണ് ഉണ്ടാക്കുന്നത്. എനിക്കും കഴിക്കണക്കാ. സൗണ്ടാണ് ഗൈസ് എല്ലാത്തിനും. ഉള്ളി ഉപ്പ് ഇല്ലെങ്കിലും പിന്നെ ഇടാലോ അല്ലേ? കൂടിപ്പോയതിന് ഒന്നും ചെയ്യാൻ ഒന്നും പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെള്ളം ഒഴിക്കാം. അതെ, ഇതിലോട്ട് മുഴുവൻ മസാല ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയോ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് മസാല ഇടണോ? അതൊന്നും പറഞ്ഞില്ല, ഇഷ്ടം ഓരോരുത്തരുടെ ഇതുപോലെയാണ്, കൊണ്ടാകും. ഔചിത്യം പോലെ ചെയ്യാം. ഇതിന് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഓക്കെ അല്ലേ? അല്ല, അതിലല്ല, ചില ടേസ്റ്റുകൾ വരണമെങ്കിൽ അത് ഇന്ന രീതിയിൽ ഉണ്ടാക്കിയാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ പിടിക്കണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ ആലോചിക്കണം. ഒന്ന് മാറി നിൽക്ക് guys. അങ്ങനെയാണ് അത് വെള്ളത്തിലിടണം. മസാലകള് മസാലകൾ വെള്ളത്തിലിട്ടാല് ഇതൊന്ന് പൊട്ടിച്ചില്ലേ? മസാലകൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് ഇങ്ങനെ 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 പിടിക്കണം. ഇങ്ങനെ പിടിപ്പിച്ചോളൂ. എന്താ അങ്ങനെ? മസാലകൾ ആഡ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ വഴഞ്ഞു വന്ന സമയത്ത് എല്ലാ മസാലകളും ഇട്ടുണ്ട്. ഏതൊക്കെ മസാലകൾ ഇട്ടാന്ന് പറഞ്ഞു കൊടുക്കൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല,
കരിഞ്ഞു പോയി മസാല ഇട്ടപ്പോഴത്തേക്ക് ഒരു കൈകളൊന്നും ഇവിടെ വെക്കുമോ? അപ്പൊ ഞാൻ വെച്ചെടുക്കുന്ന സാധനം ഇട്ടാ മതിയല്ലോ. അടുത്ത് കിട്ടാൻ വേണ്ടി ഏതാ വേണ്ടെന്ന് പറഞ്ഞ എടുത്തരാം. അല്ലോ അത് മസാലയാണ് ഇടാൻ പോണേ. മസാല ഞാൻ തുറന്നു വെക്കാം. വെള്ളം ഒഴിച്ച് അപ്പം തന്നെ ഇടണം. ഏതാ തോന്നിട്ട് കാശ്മീരിലുണ്ട്, ചില്ലിയുണ്ട്. എനിക്ക് ചില്ലി മതിരാ, ഞാൻ കുറച്ച് സ്പൈസിയാ. അല്ലടാ അതെ, ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മസാല ഇടുമ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഈടാ എന്റെ അടുത്ത് കിട്ടാൻ നടവ് ഞാൻ ഒന്നും പറഞ്ഞില്ല. വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല അതിലിടുമ്പോ ഈ വെള്ളം വറ്റുന്നതിനനുസരിച്ച് ചിക്കൻ ഉള്ളോട്ട് അത് കയറും. ഇവിടെ കെമിസ്ട്രി വർക്കൗട്ടായി അളിയാ എന്താ അവസ്ഥ? ഹെൽപ്പെന്ന് വേണം ചോദിച്ചോ. ഹെൽപ്പ് മാത്രം മതിയാവും. ഒന്ന് അനങ്ങി ചെയ്തോട് മിസ്റ്റർ. ഞാൻ അണങ്ങി തിന്നല്ലോ. ഇത് എപ്പോ വളർത്താൻ തുടങ്ങിയതാണ്? ഇത് തീർന്നില്ലേ? ഇവൻ ആദ്യം വഴറ്റി കുറച്ചുള്ളി വാഴണ്ട് വന്നതിന് ശേഷം പിന്നെ ഒരു ലോഡ് ഉള്ളി എടുക്കും. പിന്നെ തക്കാളി ഇട്ടു, തക്കാളി കൂടി പോയത്. ഞാൻ പറയുമ്പോ അമലേട്ട് നിങ്ങളോടൊക്കെ പുച്ഛാണ്. അമലേട്ടൻ ഇവിടെ എത്തി. അവരുടെ ചിക്കൻ കറി ആയി ഓൾറെഡി അറിയാം. എന്റെ ചിക്കൻ കറി മൂടി വെക്കാൻ പാത്രം തന്നു. ഇവിടെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഈ കൂട്ടിലേക്ക് ചിക്കൻ ഇടയ്ക്കാൻ പോവാണ്. ഇനി ഇതിലെന്താ ചെയ്യണ്ടേ? വെള്ളമൊന്നും വേണ്ട. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങുന്നു. നൈസ് നൈസ്. ഉപ്പ് എല്ലാവരും ഉപ്പൊക്കെ ഇടുന്നില്ലേ? ഞാൻ ഉപ്പിട്ട് ടേസ്റ്റ് നോക്ക്. ഉപ്പിട്ട് നോക്ക്. ഉണ്ടോ? രസമുണ്ടോ? ഇത് മാത്രം തരട്ടെ? ചിക്കൻ കറിയാണ് വേണ്ടത്. അത് ഇതിലോട് മസാല ഇടണം, വെള്ളം വെച്ച് മസാല ഇടണം. ഇതിലേതൊക്കെയാണ് ഇത് അതില് ഞാൻ വിചാരിച്ച സാധനം അതെന്താ ഞാൻ പറഞ്ഞിരുന്ന ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉപ്പൊക്കെ എടുത്തു കൊടുക്കാം. അല്ല എടുത്തു കൊടുക്കാം. അവനോട് ഉപ്പ് അളവില്ല, അത് കൈ കണക്കാം. ചിക്കൻ കറി മൂടി വെച്ചു. ഓക്കെ കഴിച്ച് ഞാൻ 2 കൽപ്പിച്ച് ഈലോട്ടന്നെ മസാല ഇടട്ടെ. ഒന്ന് പിടിക്ക്. കൂട്ടാളികളൊന്നുമില്ല അവിടെ കയ്യിൽ വെക്കാനേ എന്നാ അവിടെ വെക്ക്. ഓ താത്തിയുടെ ഇത് മൂക്കിൽ പോകും. സ്പൈസി ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? സ്പൈസി ആയിരുന്നു കുഴപ്പമില്ല. ഇപ്പൊ എന്താട്ടത്? മുളക് പൊടി ഇട്ട് ഓക്കെ അതിലൂടെ ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. ഇത് എന്തിനിടാന്ന് എനിക്ക് അറിയില്ല. മാറി ചിക്കൻ മസാല ഇട്. അയ്യോ മഞ്ഞപ്പൊടി ഇടാൻ താങ്ക് യു. ഹലോ ഉലുവി കിടക്കണ്ടേ? മീറ്റ് മസാല വേണ്ടേ? അവിടെ എന്താ? അല്ല ഒന്നുമില്ല. ചിക്കൻ കറിയിൽ പെരുംജീരകം കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചത് പെരുംജീരകം ചിക്കൻ കറിയിൽ. പെരുംജീരകോ? അതിന് ഞാൻ എവിടെ ഇട്ട് തിരികുന്നില്ല. ഞാനിങ്ങനെ ഈ മസാലന്റെ ഒരു പച്ച മണം മാറി കഴിഞ്ഞാല് അളിയാ ഓക്കെ അല്ലേ? കളറൊക്കെ ഉണ്ട്. കളറൊക്കെ ഇല്ലേ? നീ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് ചിക്കൻ വെച്ചിട്ട് മൂടിയിടാൻ പോവാ. സൗണ്ടാണ് കൂടുതൽ. ഒന്നെ വെള്ളം ഒഴിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ ഇനി ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി വെക്കട്ടെ. കുറക്കി ഈ കൂട്ടി വെച്ചാലേ വെള്ളം തിളക്കുള്ളൂ. അതിപ്പോ വേണ്ട. അല്ലെങ്കിൽ പറയുന്ന പോലെ മതി. പച്ചച്ചോയാവോ? കുറച്ചുകൂടി സോർട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴിക്കാം. അത് പറഞ്ഞ പോലെ ഹൃദയത്തിൽ കൊണ്ടു. ചിക്കൻ കറി കാണാന് ജുനുവിന്റെ ചിക്കൻ കറി ആയിക്കോട്ടെ. കൂട്ടത് എങ്ങനെയാണ്? അമലിന്റെ ചിക്കൻ ഇവിടെ ഇത്രയായിട്ട് ചിക്കൻ കറി കൊള്ളാം. ഓക്കെ, അടുത്തതായി ഞാൻ ഇതിലോട്ട് ശരിക്കും വെള്ളം ഒഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ചിക്കൻ വെച്ചിട്ട് മൂടി വെക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കുക വെള്ളം അത് മതിയോന്ന്. ഇനി ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഉമ്മേന്റെ ചിക്കൻ കറി ആയില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കട്ടെ ഈ റെസിപ്പി അമ്മേന്റെന്നൊക്കെ. അല്ല, മോശമാണ്. ഉമ്മയ്ക്കൊരു മോശം. അത് റെസിപ്പി എന്തായാലും ഇതിപ്പോ മോശം റെസിപ്പി ഒന്നുമല്ലല്ലോ. അളവിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഉമ്മേന്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് വായിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? ഇതിൽ ഞാൻ ഇത്രയും ചിക്കൻ ഇടാൻ വിചാരിക്കുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ട ചിക്കൻ ഇടുള്ളൂ. എല്ലാവർക്കും ഒരു ക്വാണ്ടിറ്റി ചിക്കൻ ആണ്. അത്രയും ചിക്കൻ കറി ഉണ്ടാക്കണം. ആണല്ലേ? അതിനുള്ള മസാല ആയിരുന്നു താങ്കൾ ഉണ്ടാക്കേണ്ടിയിരുന്നത്. അപ്പൊ ഗൈസ് ഞാൻ ഇതിലോട്ട് ചിക്കൻ വെക്കുകയാണ്.
കാണാനുള്ളതല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ പ്ലേസിൽ കൊണ്ടുവെക്കുന്നുണ്ട് ഞാൻ എനിക്കിത് കാര്യം ഇതിപ്പോ ഒരു കൊത്തു പൊറാട്ട ലെവലായിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇവിടെ കളർ വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക ചിക്കൻ പെട്ടെന്ന് പറയുന്നത് ആ ഒരു കളറിലേക്കാണ് വന്നിട്ടുള്ളത്. വെള്ളമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല വെള്ളം കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ അവസാനം ഒരു പൊടികളിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കണം, പക്ഷെ വെള്ളം ഒഴിക്കാനായിട്ടില്ല. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി മൂടി വെക്കാം ഗൈസ്. ഇതോടെ എൻ്റെ ചിക്കൻ കറീൻ്റെ പണി കഴിഞ്ഞ്. ഇത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കൂട്ടാം. ചിക്കൻ മുങ്ങിയില്ല. മുങ്ങുന്ന എത്ര വെള്ളം വേണോ? അല്ല ചിക്കനെ വെള്ളം വരും. അവിടെ ഒരാൾ വെള്ളം വെച്ചിട്ടില്ല. ഈ വെള്ളം വെച്ചില്ല. വെള്ളം ഒഴിക്കണോ? ആ ജുനുവിന്റെ കളർ കറക്റ്റ് ആയിട്ടോ. നല്ല അത് വെച്ചോക്കുമ്പോ എന്റെ മസാല വളരെ കുറവാണ്. നല്ല ജുനു ഉണ്ടാക്കിയത് കാണാൻ നല്ല വൃത്തിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. 3 വെറൈറ്റി ടേസ്റ്റിലുള്ള 3 വെറൈറ്റി ടൈപ്പ് ചിക്കൻ കറികളാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൊടുത്തത്. അതായത് ഓർക്ക് വേണ്ടത് ഒരു സെലക്ട് ചെയ്ത് എല്ലാവരും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇട്ടത്. ഇനിയിപ്പോ നമുക്ക് ഇത് എന്താവും എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയൊന്നുമില്ല. ഇനി അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ നേരെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇത് ചിക്കൻ നേരെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കും. ബാക്കിയൊക്കെ പടച്ചോനെ ഇവിടെ ഒരാൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ. എങ്ങനെയെങ്കിലും നമുക്ക് മെനയായി കിട്ടണേന്ന്. ഇതുവരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ കാക്ക? ആദ്യം സോർട്ട് ചെയ്യുമ്പോ ചിക്കൻ കൂടുതലാണല്ലോ. കൊറേ ഉള്ളി തക്കാളി ചിക്കൻ കൂടുതലാണോ? ചിക്കൻ കൂടുതലല്ല നിങ്ങളുണ്ടാകുന്ന മസാല കുറവാണ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാല് മസാല കുറച്ചുണ്ടാക്കിയാൽ അതിനനുസരിച്ച് ചിക്കൻ ഞങ്ങൾ തന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ ആണ്. അത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് വീതിച്ചു തന്നാണ്. അപ്പൊ കറക്റ്റ് കണ്ടിട്ട് തോന്നിയത് നല്ലൊരു കിടിലൻ ചിക്കൻ കറി ആണ്. ഇതും നല്ല ചിക്കൻ കറി ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കാക്കനത് ഒന്നും പറയാനായിട്ടില്ല. കാരണം വെള്ളം വെച്ചത് ഇതിപ്പോ എന്താ വെച്ചാല് നല്ല മണക്കുണ്ട്. നല്ല മണക്കുണ്ട്. ഇമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതേപോലെയാണ് അതിന് ചെറിയൊരു ഉമ്മ ഉണ്ടാക്കുന്നതിന്റെ പകുതി ഭാഗം അല്ല സംഭവം അതല്ല. ഉമ്മ ഉണ്ടാക്കി പകുതി ആവുമ്പോഴോ കാണാം. അപ്പൊ കാണുമ്പോ കുറച്ച് വെള്ളവും ചിക്കനും പാത്രത്തിൽ ഉണ്ടാകാറാണ്. അതാണ് ചെയ്തത്. ചിക്കൻ വേവാന്നൊരു ഗ്യാപ്പ് ചിക്കൻ കൊടുക്കണം. മാഗി മസാല എന്താ മാഗി ഇട്ടിട്ടേക്കോ ഞങ്ങൾ അറിയാതെ ഇതിന്റെ ഫ്ലേവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കന്റെ സ്റ്റോക്ക് ഇറങ്ങിയതിന്റെയും ഉപ്പിന്റെയും ഫ്ലേവർ. അതാണ് ഇപ്പൊ മാഗി മസാല എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് കുറുകി വന്നിട്ട് ചിക്കൻ കറി കറക്റ്റാ. ഞാൻ അതിൽ നിന്ന് എടുത്തോളാം. ചിക്കന്റെ വേവൊക്കെ നമ്മള് നോക്കൂട്ടോ. കറക്റ്റ് ആയിട്ട് ഫുഡ് ആയിരിക്കണം ചിക്കൻ. ഈ ചിക്കൻ കറി ഭയങ്കര ഡാർക്ക് കളറിലുള്ള എന്താ പറയാ ചിക്കൻ ചുക്ക ഡിഷില്ലേ? ഇത് കുറച്ച് ഡാർക്ക് കളറിലുള്ള ചിക്കൻ കറിയാണ്. ചുക്ക ടേസ്റ്റി ആയിരുന്നു. ഇത് സെറ്റ് ഗുഡ് ജോബ്. കള്ള ഒന്നുമില്ലെങ്കിലും രക്ഷപ്പെടും. സൈഡിൽ ഞാൻ വേണമെന്ന് മാത്രം അല്ലേ? അങ്ങനെ ഗയ്സ് അമലേട്ടന്റെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അവിടെ ഏറ്റവും ആദ്യം അമലിന്റെ ചിക്കൻ കറിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇതിപ്പോ നമ്മൾ ഇത്രയും സമയം നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1/2-3/4 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാന്ന് പറഞ്ഞാല് കിട്ടുന്ന ചിക്കൻ കറിയാണ്. ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. അതെ പക്കാ ചിക്കൻ കറിയാണ്. ടേസ്റ്റ് കണ്ണൂർ സ്റ്റൈലാണ്. അത് കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ എന്താ അവസ്ഥ എന്നുള്ളത്. കല്ലൂരിനെ കുറച്ച് ചിക്കൻ ആണെങ്കിലും എന്താണ് ഒരു നമ്മളെ കൊണ്ട് 1000 പേര് ഊട്ടുക പറഞ്ഞാല് കുറച്ചധികം ഗ്രേവിയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും കഴിക്കാൻ. ഓ അങ്ങനെ കുറെ കല്ലിന് ശരിക്കും ചിക്കൻ മുളകിട്ടത്. ജനുവിന്റെ ഒരു ചിക്കൻ മുളകിട്ടതും പിന്നെ വ്യത്യാസം കുറച്ചും കൂടെ ഡാർക്കാണ്. ഇവിടെ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഡാർക്ക്നെസ് കൂടി
കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ കുറച്ച് ഡാർക്ക്, അതിലും ഡാർക്ക്, അത്രയും അങ്ങനെയാട്ടോ പോകുന്നത്. ജുൻക ഓരോന്ന് എടുക്കുമ്പോഴും എന്റെ മുഖത്തേക്ക് നോക്കും. ഞാൻ നല്ല ചോദിക്കാനുണ്ട്, ഞാൻ ഇതിടണോ, ഞാൻ അത് കഴിക്കുന്നതല്ല, ഞാൻ ഇതിടണോ ചോദിച്ചോണ്ടിരിക്കാം. കഴുകിയിട്ട് അപ്പം ഗൈസ് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്താണ് ഇത് കുറവ് എന്താണുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ. അവന്റെ ഇവിടെ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. എടാ ഞാൻ ഈ വെള്ളം മൊത്തം പറ്റിക്കുന്നു. നിങ്ങള് കോമ്പറ്റീഷനിലാണുള്ള കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ലേ? ഷാബ് ഇവിടെ ഹെൽപ്പ് ചെയ്തില്ല. ഇല്ല, ഞാൻ തീ കൂട്ടുന്നത് തീ കുറയ്ക്കുന്നത് അത്ര മാത്രം ചെയ്യുന്നുള്ളൂ. ഞാൻ നോക്കാം. ഞാൻ നോക്കി തീയിലാണ് കഴിച്ചെല്ലാം നമ്മളെ കൂട്ടു നോക്കി ചെയ്ത് കഴിഞ്ഞാലത് കരിയും. കരിയേണ്ട സാധനം വരെ ഇവിടെ കരിക്കില്ല. അമലിന്റെ അഭിപ്രായം വെച്ചിട്ട് ഇത് തകർക്കുന്ന ആരെയും പറയുന്നത്. തകരും കാണണം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലോ. വിശ്വാസമുണ്ട്. എന്നാലും ഇവൻ ഉണ്ടാക്കിയിട്ട് ചിക്കൻകറി കൂട്ടിയിട്ട് ഈ അത് തിന്നാൻ പറ്റും. കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ശരി ഞാൻ കാശ്മീരി കുറച്ചുകൂടി എരിവ് പറഞ്ഞാൽ കാശ്മീരി ടൈപ്പ് തോന്നുമോ? ചില്ലിയിലല്ലേ അതിന് തോന്നുന്നു. എന്നാ പിന്നെ ഈ കാശ്മീരി ഇട്. ഒരാകാംക്ഷ പകുതിയായിട്ടേ ഉള്ളൂ. എന്നാലും അത്ര മോശമൊന്നുമില്ല. രസമുണ്ടാവും. തോന്നിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറീനെ പോലെ ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞേ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. ഉമ്മക്കരെ കൊണ്ടുകൊടുത്തോ? ഉമ്മക്ക് കുറച്ചൊന്നും കൊണ്ട് കൊടുക്കണമായിട്ട് ശരിക്കും. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നില്ലേ, അങ്ങനെ അമർത്തി നോക്കി. അപ്പൊ ചിക്കൻ വെന്തിട്ട് ഇതില്ലേ? എന്താ പറയാ, പൊളിഞ്ഞു വീഴുന്നുണ്ടോ? ഓവറായി ഉടഞ്ഞു. ഇനിയിപ്പോ ചിക്കൻ കിട്ടില്ല നമ്മൾ തോൽപ്പിച്ചാലേ വരും. ആയിട്ടില്ലേ? ഇതാണ് നല്ലുണ്ടാക്കിയ ചിക്കൻ കറിയുടെ ഇപ്പോഴത്തെ ലുക്ക്. ഇത് കുറച്ചുകൂടി കുറുകാനുണ്ടെന്നാണ് അതെ, പറയുന്നത്. കുറച്ചുകൂടി കുറുകി വരണം, എന്നാലേ ഇതിന്റെ ഭംഗി കിട്ടുള്ളൂ. ഇനി അടുത്ത ജോലോ എന്റെ കുറുകി വരുന്നുള്ളൂ. ഒന്ന് തുറന്നു കാണിച്ചേ. തുറന്നു കാണിക്കാൻ മടിയോ? ഇതാണ് എന്റെ ചിക്കൻ കറി. ചിക്കൻ കറി നല്ല ഭംഗിയിലായി വരുന്നുണ്ട്. അമലിന്റേതായിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവര് എന്താ പറയാ ചിക്കൻ കറി ആക്കി കഴിഞ്ഞിട്ട് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇതാവുന്നു. അങ്ങനെ ഇതിന്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കാം. ഞാനത് ഓഫാക്കി, ഞാൻ പെട്ടെന്ന് ഓഫാക്കിയതാണ്. ഇല്ലെങ്കിൽ അത് വറ്റി പോകും. ഒരു കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കണം. അപ്പൊ കുറച്ച് ഗ്രേവിയിലാണ് വെച്ച് ഞാൻ മൂടി വെക്കട്ടെ. ജുലിൻ്റെതാണ് ഇനി പ്രിപ്പറേഷൻ ഇപ്പോഴും. ചെയ്തോണ്ടിരിക്കുന്നത് കഴിയാനായി, കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ്. അപ്പൊ ആദ്യം അമൽ ഉണ്ടാക്കി കഴിഞ്ഞ ചിക്കൻ കറി, പിന്നെ രണ്ടാമത്തെ സല്ലു ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ഞാൻ എന്താ കുറച്ച് ഒരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്ത് കുറച്ച് എന്താണത്? ക്യാപ്സിക്കം. കുറച്ച് ക്യാപ്സിക്കം ജുൽക്ക കുറച്ച് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഇതുവരെ ആരും ചെയ്യാത്തൊരു എന്താ പറയാ ആരും ചെയ്തിട്ടില്ല. ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്തത്. അത് ചിക്കൻ കറിന്റെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. വെറൈറ്റി കഴിച്ചിട്ട് ഒരു ചോദിക്കണം എങ്ങനെ ഉണ്ടാക്കുന്നു. ഞാൻ കാണിച്ച് ചെയ്യാൻ പോവാണ്. സൗണ്ട് കാരണം ചെയ്യാൻ പോവാണ്. മല്ലിയിലെടുത്ത് ഇത് കണ്ടോ, ഭയങ്കര ഒതന്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതെ, മതി. മൂന്നല്ല, ഒന്നവിടെ ഒന്നുമില്ല. കൂടി ബാക്കി. അവളെ സൈഡിൽ പോയി എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നൈസ്. I'm done. ഓക്കെ, ഇനി ഇത് പാത്രത്തിലെ മാറ്റുമ്പോ മല്ലിയില പോലെ അത് സാരമില്ല. ഗൈസ് അങ്ങനെ ലാസ്റ്റ് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി. ബിസി പരിപാടിയിലാണ്. അതൊന്ന് കൈയടിക്കാനൊന്നും കൂടി. ഓ, അവളുടെ തക്കാളി ഇതാക്കിയിട്ട് ഇനി എപ്പം ആര് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കും. കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കൊടുത്ത ചാലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. 3 പേരും കറക്റ്റ് ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, കണ്ടിട്ട് എല്ലാം ചിക്കൻ കറി നല്ല അടിപൊളിയാണ്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഇത് കാക്ക ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ചിക്കനും ഗ്രേവിയും ഒക്കെ ഒരുപോലെ കുറുകി വന്നിട്ടുണ്ട്. മേലെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മല്ലിയിലേന്റെയും മൊത്തത്തിൽ നല്ലൊരു സ്മെല്ല്, വെളിച്ചെണ്ണേന്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാക്ക വിചാരിച്ചത് ഉമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്നായിരുന്നു. ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കാണാൻ ഇതുപോലെ തന്നെയാണ്. അതെ, അപ്പൊ അതന്നെയാ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞു. ഫ്ലേവർ ഒക്കെ ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ജുൽഖാന്റെ ചിക്കൻ കറിയാണ്. കാണിച്ചെടുക്കട്ടെ. ഇതാണ് ഗൈസ്
ജുൻക ഉണ്ടാക്കിയ ചിക്കൻ കറി. ഇത് കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു കുറുകി കൂടെ ഒരു മല്ലിന്റെ ഒക്കെ ഒരു ഫ്ലേവർ, ആ ഒരു കളറൊക്കെ ഉള്ള നല്ലൊരു കറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടിട്ട് നല്ല വെന്തിട്ടാണ് കാണുന്നത്. അതെ, ഇതിനിപ്പോ മിക്സ് ചെയ്ത് നോക്കിയാൽ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഗൈസ്. മിക്സ് ചെയ്ത് നോക്കണോ? അതാക്കണ്ടോ? ആ ഗ്രേവി ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു ടൈപ്പ്. ഇതാണ് എനിക്ക് ഉദ്ദേശിച്ചത് ശരിക്കും. എന്നാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ ഇത്രയും ഗംഭീര ലുക്കിൽ കിട്ടുന്നില്ലേ? ആ അതുണ്ട്. അപ്പൊ ഇതും അടിപൊളിയാണ് ഗൈസ്. ഇനി അടുത്തത് നമുക്ക് അമലേട്ടന്റെയിലേക്ക് വരാം. കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അത് പ്രോ ചിക്കൻ കറിയാണ് ഗൈസ്, പ്രൊഫഷണൽ ചിക്കൻ കറിയാണ്. അതെ, അപ്പൊ കാണിക്കട്ടെ. ഇതാണ് ഗൈസ് ചിക്കൻ കറി അമലേട്ടൻ ഉണ്ടാക്കിയ. കാണാൻ നല്ല കുറച്ചുകൂടെ ഡാർക്കാണ് ഒരു എന്താ പറയാ ഒരു കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിട്ടാണ് കാണാനുള്ളത്. ഇത് ഈ റെസ്റ്റോറന്റിലൊക്കെ കിട്ടൂലേ, ചിക്കൻ പെരട്ട്, ചിക്കൻ ചുക്ക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചിക്കൻ കറി പോലെ ഉണ്ട് ഗൈസ്. ഒരു കെച്ചപ്പ് ഒഴിച്ചൊരു ഫീൽ ഉണ്ട് ഇതിന്, പക്ഷെ അത് ഒഴിച്ചിട്ടില്ല. വളരെ നാടൻ ചിക്കൻ കറിയാണ് ഗൈസ് ഇത്. ഇതിലിപ്പോ പെടാൻ പോകുന്നത് ഞങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഈ മൂന്നും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയിൽ ഇങ്ങനെ 3 പേര് ഒന്നിനൊന്ന് വെച്ചായിട്ട് ഉണ്ടാക്കുന്നുള്ളത്. ഇനിയിപ്പത് കഴിച്ചു നോക്കിയിട്ട് വേണം നമുക്ക് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനിക്കുക. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇവര് 3 ചിക്കനെ വേവിക്കൂല എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവര് 3 പേരും അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഇവര് പ്ലേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. 3 പേരും പ്ലേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ആ പ്രസന്റ് ചെയ്യുന്ന രീതി കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്ലേറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഞാൻ പ്ലേറ്റ് ചെയ്യാൻ പോണു ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ. അടിപൊളി, നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്തിട്ട് പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, തക്കാളി ഒക്കെ വെച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ജുനു. അപ്പോൾ ഗൈസ്, ഇതാണ് എന്റെ ചിക്കൻ കറി. ഒടുവിൽ ഞാൻ ഉണ്ടാക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോ ടേസ്റ്റ് എന്താന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് മാത്രമേ അറിയുള്ളൂ. അതെ, നല്ല അടിപൊളിയായിട്ട് ക്യാപ്സിക്കും തക്കാളി ഒക്കെ വെച്ചിട്ട് ജിൻക ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സല്ലുവിന്റെ എങ്ങനെയാ പ്ലേറ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ ഗൈസ്, എന്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഉള്ളി അപ്പുറത്തും ഇപ്പുറത്ത് വെച്ച് വളരെ നാടനായിട്ട് ഒരു കറിവേപ്പില അതിന്റെ മുകളിൽ കൂടെ വെച്ചു. ഡെക്കറേഷൻ കഴിഞ്ഞു. ഞങ്ങളെ ചാൻസ് ആണ് ഗൈസ്. ഇനി ഞങ്ങൾ ഈ 3 ചിക്കൻ കറിയും ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ആരാണ് വിന്നർന്ന് ഞങ്ങൾ പറയണം. അത് വലിയൊരു ടാസ്ക് ആണ്. കാര്യം കാണുമ്പോൾ എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ടെസ്റ്റിംഗിലേക്ക് കടക്കാം. അപ്പൊ ഇനി നമ്മുടെ പോസ്റ്റ് ഉണ്ടാക്കിയ ചിക്കൻ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 3 പേരും ഭയങ്കര അഭിമാനപൂർവ്വമാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഉണ്ടാക്കിയ ഭയങ്കര ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം അമലേറ്റ് ഉണ്ടാക്കിയാട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ചിക്കൻ പീസ് ഇങ്ങനെ എടുക്കാം. നല്ല വെന്തുക്കണം കേട്ടോ ചിക്കൻ. എന്നിട്ട് ഇങ്ങനെ എടുക്കും. കുറച്ചുകൂടി ചിക്കൻ തരൂ, എടുത്തോളൂ. നല്ല രസമുണ്ട്. നല്ല ആ ഒരു എന്താ പറയാ മസാലയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. ചിക്കന്റെ ഫ്ലേവർ നല്ലോണം ഭയങ്കര ടേസ്റ്റിയാണ്.
അടിപൊളി അമലേടാ. ഒന്നും പറയില്ല. അടിപൊളി. അടുത്തതായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജുൻകാന്റെ ചിക്കൻ കറിയാണ്. ഈ ക്യാപ്സിക്കം ഒക്കെ നമുക്ക് എടുത്ത് നീക്കി ഇതൊക്കെ മാറ്റി ഡെക്കറേഷൻസ് തൽക്കാലം സൈഡിലേക്ക് മാറ്റിക്കാം. ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കത്തിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. നല്ല ഇത് രണ്ട് ഡിഫറെന്റ് ഫ്ലേവറാ അല്ലേ? ഇത് കുറച്ചും കൂടെ ഒരു വരട്ടിയ ചിക്കൻ പെരളനുള്ള ആ ഒരു രീതി. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മസാല ലൈറ്റ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇട്ട മസാല ഒക്കെ കറക്റ്റ് ആണ്. അടിപൊളി. നമ്മൾ ഉപ്പ് എരിവൊക്കെ കൂടി പോകും. ഇത് രണ്ടാളും കറക്റ്റ് ആട്ടോ. പിന്നെ ഈ ക്യാപ്സിക്കത്തിന്റെ ഫ്ലേവറും കൂടെ വരുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട്. സല്ലാണ് നെഞ്ച് ഒഴിഞ്ഞോണ്ട് സല്ലൂരിയാണ് നിക്കാക്കൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി പോലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞതൊക്കെയാണ്. എല്ലാം നല്ല ഫുഡാണ് കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യണം. നാടൻ ചിക്കൻ കറി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് സക്സസ്. ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഗേൾസ് തോറ്റിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് മൂന്നിന് ഞങ്ങൾക്ക് ഏതോ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്, കാരണം മൂന്നും ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഒരു വിന്നറങ്ങളെ കണ്ടെത്തണം. അത് ഭയങ്കര ടാസ്ക് കേട്ടോ. കാക്ക പറഞ്ഞില്ല കുറച്ച് സ്പൈസി ആണ്, കുറച്ച് എരിവ് കമ്പാരിറ്റീവ്ലി ഇതിന് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത്. അടിപൊളി. ഞങ്ങൾക്കൊന്നും പറയാനില്ല, കാരണം ഞങ്ങള് ഈ ചാലഞ്ച് കൊടുക്കുമ്പോ ഇത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. എരിവ് കൂടി ഉപ്പ് കൂടി അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. കൂട്ടത്തിൽ ബെറ്റർ ഉള്ള ഏതിനെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യാനായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ പെടുന്നില്ല, ഞങ്ങൾ വിചാരിച്ചില്ല. മൂന്ന് ഫ്ലേവറില് അടിപൊളിയാണ്. സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഇവരെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നിങ്ങളെ ടേസ്റ്റ് ചെയ്തോ, നിങ്ങളെ തന്നെ ടേസ്റ്റ് ചെയ്തോ ഓരോരുത്തരത്. എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ട്. അടിപൊളി അങ്ങോട്ടങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സല്ലുണ്ട് സല്ലുടെ അക്ഷമനായി വെയിറ്റ് ചെയ്യുന്നു. കിട്ടുന്നില്ലടാ. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? നല്ല നാടൻ ഫ്ലേവറുള്ള കറി അല്ലേ? എന്ത് അടിപൊളി. പക്ക നാടൻ ടേസ്റ്റ് ആണ് കാക്കുന്നത്. രസല്ലേ? ഇത് ഞാൻ എവിടുന്നോ കഴിച്ചിട്ടില്ല. ആ എവിടുന്നോ ഒന്ന് കഴിച്ചൊരു ഫീൽ ഉണ്ട് ഇതിന്. ഇത് പ്രോ ആണ് കഴിച്ചത്. ഇത് പ്രോ ആണ്. ആ വലിയ ചിക്കൻ പോകുന്നുണ്ട്, അടിപൊളി. നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നമുക്ക് മാറിയിരിക്കാം. നിങ്ങൾ ടേസ്റ്റ് ഇത് മൊത്തം കഴിച്ച് തീർത്തിട്ടായാലും വേണ്ടില്ല. ഞങ്ങൾ ബ്രെഡ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതില് വിന്നർ ആയിരിക്കുന്നത് ആരായിരിക്കും? വളരെ പോയിന്റ് വ്യത്യാസത്തിലാണ് കേട്ടോ കാര്യം. ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാന്നുള്ളത് കുറച്ചധികം ടാസ്ക് ആണ്. അതെ, ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ ഭയങ്കര എന്താണ് ഫ്ലേവർഫുൾ ആണ് കഴിക്കുമ്പോഴത്തേക്ക്. ഞങ്ങൾ വിചാരിച്ച പോലെ മുളക് പൊടി കൂടുക, ഉപ്പ് കൂടുക, അങ്ങനത്തെ ഒരു പ്രശ്നം വേവില്ല.
ഇല്ലാണ്ടാവുക അങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല ഗൈസ്. എല്ലാരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി 3 ഡിഫറെന്റ് ടേസ്റ്റിൽ ഉണ്ടാക്കി പോയി. ഇത് നമ്മളോട് ഒരാളെ നമുക്ക് തീരുമാനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേർക്കും ഫസ്റ്റ് കൊടുത്തേനെ. അതെ ഫസ്റ്റ് കൊടുത്തേനെ. അപ്പൊ അമലേട്ടനാണ് ഇതിൽ വിന്നർ ആയിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷെ എനിക്ക് ബാക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനായിട്ട് ഫസ്റ്റ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര കോൺഫിഡന്റ് ആണ് ഗൈസ്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അത് എല്ലാവരും ഇത് എല്ലാരും പറഞ്ഞോ, എല്ലാവർക്കും ഓരോ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സല്ലുവിന് ഉമ്മയ്ക്ക് കറി കൊണ്ട് കൊടുക്കണം. എനിക്ക് കുറച്ച് സല്ലു ആദ്യമായിട്ട് ഉണ്ടാക്കിയ കറിയാണ്, അതെന്തായാലും ഒരു ഉമ്മയ്ക്ക് കൊടുക്കണം. അമ്മക്ക് എനിക്ക് എന്തായാലും കുറച്ച് കൊണ്ട് കൊടുക്കണം. കുറച്ച് നമുക്ക് നമുക്ക് കൊണ്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇനി ഇത് ബ്രെഡും കൂട്ടി കഴിക്കട്ടെ. ഇനി നിങ്ങൾ പറയണം ഇവരെ കൊണ്ട് ഇതേപോലെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിക്കേണ്ടത്. കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു കുഴപ്പമില്ല. ആ കമന്റ് ചെയ്താൽ മതി, എന്നാ റെസിപ്പി നോക്കി വെച്ച് വരാം. അതുമല്ല നിങ്ങൾ കുറെ റെസിപ്പീസ്, അതായത് ഫുഡുകൾ ഇടാം, ബാക്കി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കാം. ഉള്ളതിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി അടുത്തത് എന്താണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.